കൂട്ടുകാരെ, നമുക്കിന്ന് അച്ചാറുണ്ടാക്കാം. അടിപൊളി നാരങ്ങ അച്ചാർ. വായു വീഡിയോയിലോട്ട് പോകാം. അതിനു വേണ്ടിയിട്ട് നാരങ്ങ കണ്ടില്ലേ, ഞാൻ കേരളത്തിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ വീട്ടിലുണ്ടായ നാരങ്ങയാണ്, നല്ല വലിയ നാരങ്ങ കണ്ടോ. അപ്പം അത് നമുക്ക് ഫസ്റ്റ് നന്നായി കഴുകിയെടുക്കാം. ഓരോന്ന് നന്നായി കഴുകാം. കഴുകിയിട്ട് ഇതിന്റെ വെള്ളമൊക്കെ പോവാനായിട്ട് ഇതുപോലെ ഒരു പേപ്പറിലിട്ട് വെക്കാം. വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഇതുപോലെ പീസായി കട്ട് ചെയ്തെടുക്കാം. കുരുണ്ടെങ്കിൽ കുരു കളയണം. പക്ഷെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ നാരങ്ങയ്ക്ക് കുരില്ല, അതുകൊണ്ട് എനിക്ക് എളുപ്പമായി. കുരുണ്ടെങ്കിൽ നമ്മൾ കുരു കളഞ്ഞതാകണം, അല്ലെങ്കിൽ കയ്പുണ്ടാവും. ഇനി ഇതിലോട്ട് കട്ട് ചെയ്തതിലോട്ട് ഉപ്പും ഇത് മിക്സ് ചെയ്ത് ചേർത്ത് വെച്ച് വെയിലില് ഒരു 3 ദിവസം വെക്കാം. ഓരോ ദിവസം വെച്ച് കഴിയുമ്പോഴും നമ്മുടെ നാരങ്ങയുടെ കളറൊക്കെ ചെറുതായി മാറി വരണ കണ്ടില്ലേ. ഓരോ ദിവസവും കാലത്ത് എടുക്കുമ്പോൾ നന്നായി ഇളക്കി കൊണ്ടുവയ്ക്കുക. അതുപോലെ വൈകുന്നേരം വരുമ്പോഴും നന്നായി ഇളക്കിയിട്ട് കൊണ്ടുവയ്ക്കുക. മൺകലത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതൊരു വെള്ള ഒരു തുണി വെച്ച് നന്നായി മൂടിയിട്ട് വേണം കൊണ്ടുവയ്ക്കാനായിട്ട്. 3 ദിവസത്തിന് ശേഷം 100 ഗ്രാം വറ്റൽമുളക്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ പാനിൽ ചെറിയ തീയിലിട്ട് നന്നായി വറുത്തെടുക്കുക. കടുക് ഒരു 2 വലിയ ടീസ്പൂണും, ഉലുവ 2 വലിയ ടീസ്പൂണ്, പെരുംജീരകം 4 വലിയ ടീസ്പൂൺ ചേർത്ത് നമുക്ക് ഇതും കൂടി വറുത്തെടുക്കാം. അപ്പം ഉണക്കമുളക് വറുത്ത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അതേ ഫ്രൈ പാനിൽ ചെറുതീയിൽ കടുക്, പെരുംജീരകം, ഉലുവും കൂടി വറുത്തെടുക്കുക. 1 കപ്പ് നല്ലെണ്ണ ചെറുതായി ഒന്ന് ആക്കാം, ചെറുതായി ചൂടാക്കാം. ജസ്റ്റ് ഒന്ന് പാത്രം തൊടുമ്പോൾ ആ ചൂട് മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ട് ഇനി നമുക്ക് ഈ മുളകും ഉലുവയും കടുകൊക്കെ കൂടി മിക്സിയിലെ ജാറിലിട്ട് പൊടിയാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉപ്പൊക്കെ പുരട്ടി വെയിലിൽ 3 ദിവസം വെച്ചത് കണ്ടില്ലേ, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് അരച്ച പൊടി ചേർത്ത് കൊടുക്കുക. 3 വലിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുക. 2 വലിയ ടീസ്പൂണ് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ചെറിയ ചൂടിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടുണ്ടാകുമ്പോൾ വലിയ ചൂടുണ്ടായി കഴിഞ്ഞാൽ നാരങ്ങയുടെ കയ്പരസം ഇറങ്ങും. അതുകൊണ്ട് ചെറിയ ചൂടിൽ നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വെയിലത്ത് കൊണ്ടുവയ്ക്കുന്ന പ്രൊസീജിയറാണ്. ആവശ്യത്തിന് ഉപ്പ് ചെക്ക് ചെയ്യുക. എനിക്ക് കുറച്ച് ഉപ്പ് കുറവായതിനാൽ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് നമ്മൾ വെള്ള തുണിയിൽ കെട്ടി വെയിലിൽ 15 ദിവസം കൊണ്ടുവയ്ക്കുക. ഓരോ ദിവസം ഇതുപോലെ എണ്ണ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ വീണ്ടും നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം വീണ്ടും കൊണ്ടുവച്ച് ഡെയിലി ഇതേ പ്രൊസീജിയർ. കാലത്ത് ഒരു 10 മണിയാകുമ്പോൾ കൊണ്ടുവയ്ക്കുക. വൈകുന്നേരം 4 മണിക്ക് 5 മണിയോടുകൂടി എടുത്തു കൊണ്ടുവരാം. അപ്പം നമ്മുടെ സൈഡിലൊക്കെ എണ്ണ വരുന്നുണ്ടില്ലേ. നമ്മുടെ ഈ ചെറുനാരങ്ങ നല്ല സോഫ്റ്റായിട്ട് വരണ വരെ നമ്മൾ 15 നാൾ വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും ചെയ്യും. മസാലയൊക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റിൽ വരും. കണ്ടില്ലേ, ഓരോ ദിവസം എടുക്കുമ്പോഴും നമ്മൾ മരത്തിൻ്റെ തവി ഉപയോഗിക്കുക. അത് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. വെള്ളമില്ലാത്ത ഏത് കയ്യിലായാലും എടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും അതേമാതിരി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുക. കണ്ടില്ലേ. അപ്പോൾ 15 ദിവസത്തിന് ശേഷം നമ്മുടെ നാരങ്ങയുടെ കളറും നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പം എല്ലാവർക്കും നാരങ്ങ അച്ചാർ ഇഷ്ടമായെന്ന്
വിചാരിക്കുന്നു. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.